നാലാൽ ഒരു മദ്ഹബ് ഇല്ലാത്ത വ്യക്തി അവൻ യഥാർത്ഥമായ ദീനനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നവനല്ല. സ്വയം മുജ്തഹിദ് ചമന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഹയവാനം കണ്ടില്ലായിരുന്നു ലൈവിൽ ഇരുന്നിട്ട് പറയാണ് ഇമാം മഹദി നിങ്ങൾ ആരും അന്വേഷിക്കണ്ട, ഞാൻ തന്നെയാണ് കഴുത പറയുക. വണ്ടി അപ്പം കിട്ടിയിരുന്നവനെ അപ്പം പോയി അടിക്കണം. അതുപോലെ പണ്ഡിതന്മാരോട് ചോദിച്ചാൽ മതി, അതാ വെയിറ്റ്. ലാസ്റ്റ് പറയാണ് ഞാൻ മഹദിയാന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവെന്താണ്? പണ്ഡിതന്മാരോട് ചോദിച്ചാൽ മതി. നാണമില്ലാത്ത ലൈവ് ചെയ്യുക, അതിന്റെ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യുക. യേശു ക്രിസ്തുവിന്റെ ഒക്കെ ഒരു രൂപമൊക്കെ വരുത്തിയിട്ട് മൂപ്പരങ്ങ് നിൽക്കുക. കാരണം അങ്ങനെയൊക്കെ ആകുമെന്നുള്ളൊരു ധാരണ മൂപ്പർക്കങ്ങ് വന്നിട്ടുണ്ട്. ലോകാവസാനം എത്തിപ്പോയി. ഇങ്ങനെയുള്ള ആളുകൾ പടപ്പുകൾ എത്രയാ ഇറങ്ങി വരുന്നത്. ആരാ വലിയ? അൽ വലിയു അൽ ആരിഫു ബില്ലാഹി ഹസ്ബമാ യുംകിനു അൽ മുവാദിബു അലാ ത്വാആതി അൽ മുജ്തനിബു അനിൽ മഹ്ദൂറാതി മിനൽ ലഹവാതി വശഹവാതി വൽ ഹഫവാ. വലി എന്ന് പറഞ്ഞാൽ ആരാ? താരീഫ് ഓടിക്കണ്ടേ, നിർവചനം അറിയണ്ടേ. വലി എന്ന് പറഞ്ഞാൽ അൽ ആരിഫു ബില്ലാഹി ഹസ്ബമാ യുംകിൻ, അല്ലാഹുവിനെ കുറിച്ച് പഠിക്കാവുന്നത്ര അഗാധമാകുന്ന അറിവിന്റെ ആഴിയിലെത്തിയവർക്ക് വലിയ എന്ന് തന്നെ പറയാൻ പറ്റും. അസരെ വഹിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ വരാവേ ഇത് ബാത്റൂമിൽ കയറി ഇത് വാട്സാപ്പിൽ ഉസ്താദിനെ മെസ്സേജ് അയക്കുക. കൂട്ടുകാർക്ക് പണ്ട് കൂടെ പഠിച്ചവർക്ക് മെസ്സേജ് അയച്ചിട്ട് മസല പറഞ്ഞു കഴിയുമ്പോൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ മസല എന്ന് പറയുക. അങ്ങനെയാണോ? അതാണോ വലിയ? ചോദിച്ച അപ്പ നല്ല മറുപടി കൊടുക്കുക. അൽ വലിയു അൽ ആരിഫു ബില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് നല്ല അഗാധമാകുന്ന അറിവുള്ള വ്യക്തിക്കാണ് വലി എന്ന് പറയാൻ പറ്റും. അത് ആരിം എന്ന് പറയാം. വലി എന്ന് പറയണമെങ്കിൽ നല്ല അറിവ് വേണം. നല്ല അറിവ് വേണം. ചുമ്മാ ഒന്നും വെറുതെ വലിയ എന്ന് പറയാൻ പറ്റൂല. 10 പേരിൽ 50 മോതിരം ഇട്ടിട്ട് യാഹു എന്നൊക്കെ പറഞ്ഞിരുന്നാൽ വലിയ എന്ന് പറഞ്ഞ് നിങ്ങളാരും കാണണ്ട. അത് വലിയല്ല. അങ്ങനെയുള്ളവന്റെ പുറകെ പോകാൻ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്നുമില്ല. നമുക്കിവിടെ തന്നെ ഇഷ്ടംപോലെ ആലിമീകൾ, സമുന്നതരാകുന്ന സയ്യിദന്മാർ, ഉലമാ ഇപ്പോഴും ഉണ്ട്. അള്ളാഹു അവർക്ക് ആഫിയത്ത് നൽകട്ടെ. അവരുടെ തണലിലായി അള്ളാഹു നമുക്ക് ജീവിതം സാധ്യമാക്കട്ടെ. അവരുടെ തണലിലായി ഖൈറായ നിലയ്ക്ക് നല്ല മരണവും അള്ളാഹു സാധ്യമാക്കട്ടെ. ആലിമീങ്ങൾക്ക് ഒരു പന്നവും കുറവൊന്നുമില്ല. പിന്നെന്തിനാ ഇത്തരത്തിലുള്ളതാകുന്ന കള്ള ശൈഖന്മാരെയും കള്ള ജിന്നുമ്മമാരുടെയും ജിന്നപ്പന്മാരുടെയും ഒക്കെ പുറകെ സഹോദരിമാര് പോകുന്നത്? സ്ത്രീകളാണ് അവിടെ ഏറ്റവും കൂടുതൽ വശംവദരാകുന്നത്. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ യന്തസിഉഹു മിനൽ ഇബാദ്. അവസാന കാലഘട്ടം കടന്നു വരുമ്പോ ഇൽമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റയടിക്കങ്ങ് ഊരുകയില്ല. വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. മഹാന്മാരാകുന്ന പണ്ഡിതന്മാരുടെ വഫാത്തിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ ഇൽമിനെ പിടിക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. മഹാന്മാരാകുന്ന പണ്ഡിതന്മാരുടെ വഫാത്തിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ പിടിച്ചെടുക്കുക. ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഉള്ളാള് തങ്ങൾ ഈ മഹത്തുക്കളൊക്കെ ഇനി തിരിച്ചു വരുമോ? അവരുടെയൊക്കെ ഇൽമിനെ നമുക്ക് തിരിച്ചു കിട്ടുമോ? അവരൊക്കെ കടന്ന കടപ്പിൽ കിതാബ് പോലും വായിക്കണ്ട, നോക്കേണ്ട കാര്യമില്ല. അവിടുന്ന് വായിച്ചു കൊടുക്കുന്നു, ഇബാറത്ത് ഹല്ല് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനത്തെ മഹാന്മാരൊക്കെ ഇനി വരുമോ? ചിന്തിച്ചു നോക്ക്. ഓക്കെ, ഉസ്താദിനെ പോലെയുള്ളതാകുന്ന മഹാന്മാർ ഇനി നമുക്ക് സാധ്യമാകുമോ? ലോകത്തിന് കിട്ടുമോ? അതുകൊണ്ട് തന്നെ ഇൽമിനെ അല്ലാഹു പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഇൽമിനെ അങ്ങ് ഉയർത്തുക എന്നല്ല. വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. പണ്ഡിതന്മാരുടെ വഫാത്ത് മുഖേനയാണ്, അവരെ പിടിക്കലിലൂടെ, അവരുടെ റൂഹിനെ, അവരുടെ ആത്മാവിനെ പിടിക്കലിലൂടെയാണ് ഇൽമിനെ അല്ലാഹു പിടിച്ചെടുക്കുന്നത്. അവസാന ഘട്ടത്തിൽ നല്ല നല്ല ആലിമീങ്ങൾ അല്ലാഹു കൊണ്ടുപോകും. അല്ലാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെയൊക്കെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകട്ടെ. എന്നിട്ട് പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഹത്താ ഇത്തഖദന്നാസു റൂസൻ ജുഹാല. വിവരമില്ലാത്തതാകുന്ന വിവരദോഷികളാകുന്ന കള്ള ജിന്നുമാരെയും ജിന്നപ്പമാരെയും ഒക്കെ നമ്മൾ വലിയ ആളാക്കി മാറ്റും, വലിയ അഹ്ലുകാരാക്കി അവരുടെ നമ്മൾ കൈപിടിച്ച് മുത്താൻ നിൽക്കും. സമൂഹം തന്നെ അങ്ങനെ ആയിപ്പോകും. ഹദീസാണ്, നബി തങ്ങൾ പറഞ്ഞതാണ്. അവരോട് മസലകൾ ജനങ്ങൾ ചോദിക്കും, പാവപ്പെട്ടവർ ചോദിക്കും, അറിവില്ലാത്തവർ. അവര് വിവരമുള്ളവരാണെന്ന് ധരിച്ച പാവപ്പെട്ട സഹോദര സഹോദരിമാർ അവരോട് മസലകൾ ചോദിക്കും. അറിവില്ലാത്ത നിലയ്ക്ക് അവർ എന്തെങ്കിലുമൊക്കെ ഫത്വ കൊടുക്കും. അവർ അവരെ പിഴപ്പിച്ചു, അവരും പിഴയ്ക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ മനസ്സിലാക്കണം നമ്മൾ. ഈ കാലഘട്ടമല്ലേ ഇത്? ഇന്ന് സമൂഹത്തിലെ ആളുകൾ ആലിമീങ്ങളോട് മസല ചോദിക്കുന്നുണ്ടോ? ഇനി ആലിമീങ്ങളോട് മസല ചോദിച്ചാൽ തന്നെ ആ മസല തന്നെ തൊട്ടപ്പുറത്തെ മഹല്ലിൽ ഇമാമിനോട് ചോദിക്കും. അങ്ങനത്തെ കോമുണ്ട്. ഉസ്താദ് ഈ മസല ഒന്ന് പറഞ്ഞു തരണേ. മസല പറഞ്ഞു കൊടുത്തു, ഉടനെ അപ്പുറത്തെ മഹല്ലിൽ
ഈ പള്ളിയിലെ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞായിരുന്നു മസല, ശരിയാണോ ഉസ്താദ്? അത് ലാസ്റ്റേ പറയുള്ളൂ. മസല ചോദിച്ചിട്ട് അതിന് മറുപടി പറയുമ്പോൾ പറയും അത് ഇങ്ങനെയാണല്ലോ ഈ പള്ളിയിലെ ഉസ്താദ് പറഞ്ഞത്. ഇതാണ് കൗമ. അവർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കി എങ്ങനെയെങ്കിലും തല്ലും വഴക്കുണ്ടാക്കിയ റാഹത്തായി ചായ കുടിച്ച് നിലകൊള്ള ഇങ്ങനത്തെ കൗമ. മസല അറിയാൻ വേണ്ടിയൊന്നുമല്ല, അത് അമൽ ചെയ്യാനുമല്ല, വെറുതെ പോരടിപ്പിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, സ്പർദ്ധ വളർത്തുക, അവർക്കിടയിലുള്ള സ്നേഹബന്ധങ്ങൾ ഐക്യങ്ങൾ അത് ഊട്ടിയുറപ്പിക്കുന്നതിന് പകരം അവർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കുക. ഇങ്ങനത്തെ അഹ്ലുകാർ. കള്ള ശേഖന്മാരെ പോയി കണ്ടിട്ട് അവരുടെ അടുക്കൽ നിന്ന് ഫത്വ വാങ്ങുക, അങ്ങനെയുള്ള അഹ്ലുകാരെ പോയി കാണുക. അവരും പിഴയ്ക്കുന്നു, മറ്റുള്ളവർ പിഴപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കാരണമായിട്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ല ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത്? എത്രയെത്ര ആളുകളാണ്, എത്രയെത്ര സഹോദര സഹോദരിമാരാണ് ആത്മീയ ചൂഷണത്തിൽ പെട്ടുപോയിട്ടുള്ളത്. നഊദു ബില്ലാഹ്. അല്ലാഹുവേ നീ പുറത്തു തരണേ നാഥാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യഥാർത്ഥമാകുന്ന ദീനനുസരിച്ചുകൊണ്ട് നീ നിലകൊള്ളണേ, നിലകൊള്ളണേ. വലി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വ്യക്തിയായിട്ട് നീ കാണരുതേ, കാണരുതേ. റളിയല്ലാഹുവിനൊക്കെ എന്താ അവരുടെ ഇൽമ്. 470 ജനിച്ചു, 88 ബഹുമാനപ്പെട്ടവർ 488 ബഗ്ദാദിന്റെ മണ്ണിലേക്ക് ഇൽമ തേടി പോകുന്നത്. 33 വർഷം ഇൽമ പഠിച്ചു. ഇൽമിന്റെ എല്ലാ ശാഖോപശാഖകളിലും ഞാൻ മുങ്ങിക്കുളിച്ചു. ഞാൻ പഠിക്കാത്ത ഫന്നില്ല, എല്ലാ ഫന്നുകളിലും ഞാൻ മുങ്ങിക്കുളിച്ചു. 33 വർഷമാണ് ഇൽമ പഠിക്കുന്നത്. 8 വർഷം കഴിയുമ്പോൾ നമ്മളൊരു ബിരുദം എടുത്ത് തഹസീലായി റാഹത്തായി ഒരു പള്ളിയിൽ സേവനം അനുഷ്ഠിക്കും. അല്ലേ? അള്ളാഹു ആഫിയത്ത് തരട്ടെ. ധാരാളം കാലം ദീനിന് ഖിദ്മത്ത് എടുക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. പഠിച്ചു നോക്കുക, നിങ്ങൾ 33 വർഷം ഇൽമ പഠിച്ചു. അപ്പൊ എന്താ അവരുടെ പഠിത്തം? അതിനിങ്ങനെ ഓടി നടക്കുക. ആലിമീങ്ങളുടെ അടുക്കൽ വിവിധ ഫന്നുകൾ പഠിക്കാൻ വ്യത്യസ്ത ഉലമാഇന്റെ അടുക്കൽ പോയി പഠിക്കുന്നു. എല്ലാ ശാഖോപശാഖകളിലും മുങ്ങിക്കുളിച്ചു. അങ്ങനെ തികഞ്ഞ ആലിമായി 51ാമത്തെ വയസ്സെത്തിയപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ പഠിച്ചു തീർന്നത്. പിന്നീടാണ് വിവാഹം കഴിച്ചത്. ചരിത്രം കാണാം. 4 വിവാഹം കഴിച്ചു, 49 മക്കൾ, 27 ആൺമക്കൾ, 22 പെൺമക്കൾ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 27 ആൺമക്കളിൽ 14 പേര് ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. 13 ആൺമക്കളാണ് ബാക്കിയായത്. 22 പെൺമക്കളിൽ നിന്നും 21 ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. ഒരൊറ്റ പെൺകുട്ടി മാത്രമാണ് ബാക്കിയായത്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ 49 മക്കളിൽ നിന്നും 35 മക്കളും ആണും പെണ്ണുമായി ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. 13 ആണും 1 പെണ്ണുമാണ് ബാക്കിയായത്. അദ്ദേഹത്തിന്റെ മകൻ ബഹുമാനപ്പെട്ടതാകുന്ന അബ്ദുൽ വഹാബ് റളിയല്ലാഹു അൻഹു മൂത്ത മകൻ, അദ്ദേഹം ആലിമായിരുന്നു, വിലായത്തിന്റെ പട്ടം കിട്ടിയ വ്യക്തിയാണ്. അദ്ദേഹം തന്നെയാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മയ്യിത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് എന്ന് ചരിത്രം കാണാം. ഇങ്ങനെ ഹിജ്റ 530 ജനിച്ചു ബഹുമാനപ്പെട്ടതാകുന്ന അജ്മീർ ഖ്വാജ റളിയല്ലാഹു അൻഹു. ഉറക്കെ പറയും റളിയല്ലാഹു അൻഹു. അടുത്തെന്ന് തോന്നി നിങ്ങൾക്ക് നിർത്തിയേക്കാം. നിർത്തണ 5 മിനിറ്റ് കൂടി തങ്ങൾ വന്ന് നമുക്ക് ദ്വാരനേക്കാം ഇൻഷാ അല്ലാഹ്. 11 മണിയാകുമ്പോൾ അല്ലാഹു നമുക്ക് നാഫിയ ഇൽമ നൽകട്ടെ. അജ്മീർ ഖ്വാജ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ഇതുപോലെ ഇൽമ നേടിയ വ്യക്തിയല്ലേ? ചെറിയ ആളാണോ? ഒരു സാദാ സീദാ വ്യക്തിയായിട്ടാണോ കാണുന്നത്? സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ജിസിൽ അജ്മീർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ഹിജ്റ 530 ജനിച്ചു. 15 വർഷത്തോളം തന്റെ പ്രിയപ്പെട്ടതാകുന്ന പിതാവിന്റെ അടുക്കൽ ഇൽമുകൾ പഠിച്ചു, പ്രാഥമിക ഇൽമുകൾ. 15ാമത്തെ വയസ്സിൽ വാപ്പ മരണപ്പെട്ടു പോയി. വാപ്പ അദ്ദേഹത്തിന് തെരിക്കത്തായി ഉപേക്ഷിച്ചാണ് ഒരു ചെറിയൊരു പൂന്തോട്ടം. ആ പൂന്തോട്ടം നനച്ചുകൊണ്ടിരിക്കവേ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖന്ദൂസി റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്, ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. ആ നാട്ടിൽ വന്നതാണ്. അദ്ദേഹത്തെ പോയി കണ്ടു. കൊട്ടയിലുള്ളതാകുന്ന ഒരു ചെറിയൊരു കാരക്ക ബഹുമാനപ്പെട്ടവർക്ക് നൽകി. ആര്? ബഹുമാനപ്പെട്ട മുഈനുദ്ദീൻ ജിസിൽ അജ്മീർ റളിയല്ലാഹു അൻഹു. അന്ന് വലിയ മഹാനായില്ല, കുട്ടിയാണ്, 15 വയസ്സുള്ള.
ആ കാരയ്ക്ക കഴിച്ചു. വലിയ സന്തോഷമായി, അതിഥി സൽക്കാരം നടത്തിയല്ലോ. അതുകൊണ്ട് തന്നെ പോകുന്നതിന് മുമ്പായിട്ട് ഒരു റൊട്ടി കഷ്ണം, ഒരു ഉണങ്ങിയ റൊട്ടി കഷ്ണം വായിലിട്ട് ചവച്ചിട്ട് ബഹുമാനപ്പെട്ട മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം നൽകിയെന്നാണ്. കേൾക്കുമ്പോൾ ചിലർക്ക് വലിയ വിഷമമായിരിക്കും. ഇത് കേൾക്കുമ്പോഴാണ് ചിലർക്ക് വലിയ വിഷമം. അപ്പൊ മക്കൾക്ക് ജനിക്കും സമയത്ത് വായിലിട്ട് കാരയ്ക്ക ചവച്ചു കൊടുക്കാൻ പറയുന്നതിൽ അസിലെന്താ? കൊടുക്കലുണ്ടോ? അതാ മറ്റേ ഇത് തേനിങ്ങനെ തുണ്ടി കൊടുക്കലുണ്ടോ? അതാ ഇപ്പൊ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരയ്ക്ക ഒന്നും ചവച്ചൊന്നും ആരും കൊടുക്കുന്നില്ല. തേനിങ്ങനെ ഗറിയിലോട്ട് ഇങ്ങനെ തൊണ്ട് കൊടുക്കുക, എന്നിട്ട് തൊട്ട് കൊടുത്തു എന്ന് പറയുക. അങ്ങനെ അല്ലല്ലോ അതിന്റെ അസില്. യഥാർത്ഥത്തിൽ എന്താണ്? നല്ല കാരയ്ക്ക വായിലിട്ട് ചവച്ച് അരച്ച് നല്ല ഉമിനീര് പോലെ ആക്കിയിട്ട് അതുകൊണ്ട് കൊടുക്കുക. കാരയ്ക്ക അങ്ങോട്ട് തന്നെ ഇട്ടിട്ട് വാടച്ച് ഒഴിച്ച് ഹാള പിന്നെ ജാതം പൊട്ടി കൊച്ചു മയ്യത്ത് കരിച്ചിട്ട് വാപ്പാക്ക് പോവാ. അത് അങ്ങനെ പറഞ്ഞെന്ന് പറയരുത്. അതിനാണ് ഇത് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത അസിലുണ്ടതിന്. ഇതൊക്കെ ഹദീസുള്ളതല്ലേ? എന്നാന്നല്ല, ഇന്നൊരു തേനുമായിട്ട് പ്രസവിക്കാൻ പോകുമ്പോഴത്തേക്കും തേനെടുത്തോന്നാണ് ചോദിക്കുന്നത്. തേനുമായിട്ട് പോയിട്ട് നേരെ അവിടെ പോയി കെറിയിൽ തൊട്ട് കൊടുക്കുക. ഇത്തപ്പഴം വേണ്ട, കാരയ്ക്കം വേണ്ട, ഒന്നും വേണ്ട. ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അതനുസരിച്ച് അമൽ ചെയ്തു നോക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഓരോന്നിനും അതിൻ്റെതായ അസലുണ്ട്, അത് ചെയ്തു നോക്കണം. അപ്പം ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം ഖന്ദൂസി റളിയല്ലാഹു അൻഹു ഒരു ഉണക്ക റൊട്ടി വായിലിട്ടിട്ട് ചവച്ചരച്ചിട്ട് മുഈനുദ്ദീൻ എന്ന് പറയുന്ന ഈ കുട്ടിക്ക് കൊടുത്തു. 15 വയസ്സുള്ള പൊന്നുമോൻ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അവിടുന്ന് രേഖപ്പെടുത്തി വെക്കുന്നു, ഫതറക ദുനിയ ബിൽകുല്ലിയ, ദുനിയാവ് മുഴുവൻ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ ചിന്ത മുഴുവൻ പോയി ഇതങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞപ്പോൾ. അതാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അതാണ് അവരുടെ കയ്യിൽ നിന്ന് വായിലിട്ട് ചവച്ചരച്ചിട്ട് കൊണ്ട് കിട്ടി. അതുകൊണ്ട് കഴിച്ചതോടുകൂടി ദുനിയാവിനോടുള്ള എല്ലാ അനുഭൂതികളും ആസ്വാദനങ്ങളും മുറിഞ്ഞു. സുഹൃത്ത് പരിത്യാഗം ഹൃദയത്തിലേക്ക് കയറി. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഇൽമു പഠിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു. പിന്നെ ഖുദ്സിയായതാകുന്ന ഇലാഹിയാകുന്ന ചില ഇശാറത്തുകളാണ് ഹൃദയത്തിൽ കൊടുക്കുന്നത്. അതനുസരിച്ചുകൊണ്ട് ഇങ്ങനെ യാത്രയാണ്. നേരെ അദ്ദേഹം പോകുന്നത് ഖുറാസാനിലേക്കാണ്. അവിടെ ചെന്നുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി. ബഹുമാനപ്പെട്ടവർ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി. അതിനുശേഷം ബഹുമാനപ്പെട്ടവർ ബുഖാറയിലേക്ക് പോയി. അവിടെ ചെന്നുകൊണ്ട് ഹിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. വിശുദ്ധമായ ഖുർആനിന്റെ തഫ്സീറുകളും ഹദീസിന്റെ ശാഖോപശാഖകളും ഫിഖ്ഹുകളും എല്ലാ കർമ്മശാസ്ത്ര മസലകളും ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ നിന്ന് പഠിച്ചെടുത്തു. ഹിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് പിന്നീട് ഇലാഹിയാകുന്ന ഒരു ഇശാറത്ത് കിട്ടിയപ്പോൾ അവിടുന്ന് പിന്നീട് യാത്രയായി ഹാറൂനിലേക്ക്. ബഹുമാനപ്പെട്ടതാകുന്ന ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ഫലാസമ 20 സനതൻ 20 വർഷം അവിടെ അങ്ങ് കൂടി. ബഹുമാനപ്പെട്ടതാകുന്ന ഡൽഹി ഷെയ്ഖ് ബഖ്തിയാറുൽ കഅക്കി റളിയല്ലാഹു അൻഹു, കാക്കി എന്നാണ് നമ്മൾ പറയാ, കഅക്കി റളിയല്ലാഹു അൻഹു ഡൽഹിയിൽ പോയി സിയാറത്ത് ചെയ്തിട്ടുള്ളവർക്കറിയാം. അല്ലാഹുവിന്റെ ദറജ ഉയർത്തട്ടെ, അവരുടെ പൊരുത്തം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവരൊക്കെയാണ് ഈ ദുനിയാവ് ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ഖുർആനിന്റെ ആയത്തിന്റെ വിശദീകരണത്തിൽ അല്ലാഹുവിന്റെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, കാര്യങ്ങൾ മുഴുവനും നടപടിയാക്കി കൊണ്ടുപോകുന്നത് അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. തദ്ബീർ ചെയ്യുന്നത് അവരാണ്. മനസ്സിലാക്കണം. നമ്മളതൊന്നും തിരിച്ചറിയുന്നില്ല. ഈ ലോകം തന്നെ നിലനിർത്തുന്നത്, ഈ ഭൗതിക ലോകം ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്, ഇവിടെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും മുസ്ലിമീങ്ങൾക്ക് സമാധാനവും ശാന്തിയും ഒക്കെ നൽകിക്കൊണ്ട് ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് ഈ മഹത്തുക്കളാണ്. അതുകൊണ്ട് അവരെ തള്ളി പറയാൻ പാടില്ല, അവരെ ശരിക്കും മുറുകെ പിടിച്ചോ. ബഖ്തിയാറുൽ കഅക്കി റളിയല്ലാഹു അൻഹു പറയാൻ 20 വർഷം ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ വന്നുകൊണ്ട് ലാസമ ബഹുമാനപ്പെട്ടതാകുന്ന മുഈനുദ്ദീൻ അജ്മീർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കൽ കൂടി. ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു അടുക്കൽ നിലകൊണ്ടു. അതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരുപാട് റിയാളയാണ്, ഇൽമെല്ലാം പഠിച്ചു കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ കൂടിയത് എന്തിനാണ്? റിയാള ഒരുപാട് അമലിയാത്ത് കൊടുക്കാൻ, നമസ്കാരവും വിവാഹത്തും ദിക്റും ഒക്കെ കൊടുത്തങ്ങോട്ട് ചൂടേറ്റുക. കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാരെ കുറിച്ച് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറയുന്നു. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ അടുക്കൽ പോകുമ്പോ 1 ലക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് വരാൻ പറയുമായിരുന്നു. 1 ലക്ഷം ചൊല്ലിയിട്ട് തിരിച്ചു വരുമ്പോൾ പറയും വീണ്ടും 1 ലക്ഷം കൂടി ചൊല്ലിയിട്ട് വരാൻ പറയും. ആരോടായി പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി 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 നല്ല മർത്തബയിൽ എത്തി നിൽക്കവേ അവർ വീണ്ടും ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ ശൈഖിന്റെ അടുക്കൽ സമീപിക്കുമ്പോൾ ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദ് കൊടുക്കുന്ന ഇജാസത്ത് ഇതാണ്, 1 ലക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് വാ. നമ്മൾ 100 എണ്ണം തേച്ചെല്ലൂല. 1 ലക്ഷം ചെല്ലിയാൽ മാത്രം മതി എന്നല്ല, അതിന് മുമ്പ് ലക്ഷക്കണക്കിന് ചെല്ലിയിട്ടാണ്.
ഖിർഖ ധരിപ്പിക്കണമെങ്കിൽ, മഹത്തുക്കളുടെ ഒരു പദവിയിലേക്ക് നീ എത്തണമെങ്കിൽ, വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തണമെങ്കിൽ അതിന്റെ ചില റിയാദകളുണ്ട്, അങ്ങനെ കൊടുക്കുന്നത്. 1 ലക്ഷം ചെല്ലിയിട്ട് വരുമ്പോൾ പറയും 1 ലക്ഷം കൂടി ചെല്ലും. അങ്ങനെ 3 ലക്ഷമൊക്കെ ചെല്ലിയപ്പോഴാണ് ബഹുമാനപ്പെട്ട കുണ്ടൂർ അബ്ദുൽ ഖാദിർ ഉസ്താദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ ഹാല് മാറിയതെന്നാണ്. പിന്നെ എല്ലാം അവിടുന്ന് എഴുതി വെക്കാണ്. എന്ത് കാര്യം ചെന്ന് പറയുന്നത് മുഴുവൻ എഴുത്താണ്. അപ്പോഴാണ് അവസാനമൊക്കെ അറിയാം. ജീവിതകാലത്ത് തന്നെ അവരെ കണ്ടവരാണ്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. എന്തെങ്കിലും ഒരു കാര്യം പോയി പറയുമ്പോഴേ എഴുതി അങ്ങോട്ട് കൊടുക്കും. എഴുതി പേപ്പറിൽ വെക്കുകയാണ്. ആ കാര്യം നടക്കും, ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് നടക്കുമെന്ന് എഴുതി കൊടുക്കും. അത് പറയുന്ന പോലെ ആ സമയത്ത് അത് നടക്കുകയാണ്. ഇവിടെ എഴുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ പേപ്പർ കടലാസുകൾ ഇപ്പോഴും ആ മക്കാമിലുണ്ട്. അവിടെ പോയി നോക്കിയാൽ മതി. എത്രയോ സംഭവ വികാസങ്ങൾ നടന്ന സംഭവങ്ങൾ, അങ്ങനത്തെ മഹാന്മാർ. ചിന്തിച്ചു നോക്കി. ഇതൊക്കെ അടുത്ത് കഴിഞ്ഞു പോയ മഹാന്മാരെ കുറിച്ചാണ് പറയുന്നത്. 50 കൊല്ലം മുമ്പുള്ളതൊന്നുമല്ല. 10-15 വർഷം മുമ്പ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയ മഹാന്മാരെ കുറിച്ചുള്ള ചരിത്രമായി പറയും. അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. സുന്നത്തെ ജമാഅത്തിൽ നമുക്കിനി വേറെ തെളിവൊന്നും വേണ്ട. ഈ മഹാന്മാരെ മാത്രം നോക്കിയാൽ മതി. മലബാർ ദേശത്തുള്ള എത്രയോ മഹാന്മാരുണ്ട്, എത്രയോ മഹത്തുക്കളുണ്ട്. ബഹുമാനപ്പെട്ടവരെടുക്കൽ നിന്ന് 20 വർഷം പരിപൂർണമായി നിലകൊണ്ടു. അദ്ദേഹം പറഞ്ഞു, അവസാനം പറഞ്ഞു, ജദ്ദിദ് വളു ഒക്കെ. ഒരു ദിവസം പറഞ്ഞു, ഇപ്പോൾ വളു എടുത്തോണ്ട് വരാൻ പറഞ്ഞു. വളു ഒന്ന് പുതുക്കിക്കൊണ്ടുവരാം. ജദ്ദിദ് എന്ന് പറഞ്ഞാൽ അത് പുതുക്കാന്ന് അതിനർത്ഥം. പറഞ്ഞാൽ എന്നെ അർത്ഥം എന്താ? ദായിമുൽ വളു ആണ് എപ്പോഴും. അതുകൊണ്ടാണല്ലോ ജദ്ദിദ് എന്ന പദം പറയാൻ കാരണം. വളു ഒന്ന് പുതുക്കി കിട്ടുക. അങ്ങനെ വളു പുതുക്കി ചെന്നപ്പോൾ പറഞ്ഞു, 2 റക്അത്ത് നിസ്കരിക്കണം. ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു പറയാ, 2 റക്അത്ത് നിനക്ക് നിസ്കരിക്കണം. 1-ാമത്തെ റക്അത്തിൽ നീ സൂറത്തുൽ ഫാത്തിഹ ഓതണം. എന്നിട്ട് 1000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. ഖുൽ ഹുവല്ലാഹു അഹദ്. 2-ാമത്തെ റക്അത്തിൽ 1000 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതണം. എന്നിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. നേരെ തിരിച്ച് നിസ്കാരം കഴിഞ്ഞു. അപ്പൊ എത്ര നേരം എടുക്കും ഇതൊന്ന് ചൊല്ലിത്തിരക്കാം? നമ്മളോടൊക്കെ ആണെങ്കിലും 10 ഖുൽ ഹുവല്ലാഹു ഓതാൻ പോലും കഴിയാത്ത കൗമിനോടാണ് 1000 ഖുൽ ഹുവല്ലാഹു. ഇത് നിസ്കാരത്തിൽ വേണം, അല്ലാതിരുന്നല്ല. മറ്റേത് സുബഹി കഴിഞ്ഞ് പള്ളി കഴിഞ്ഞിട്ട് പള്ളിയുടെ മുറ്റത്തൂടെ ഒരു നടത്തമുണ്ട്. എന്നിട്ട് ഉസ്താദ് എന്താ എടുക്കുന്നത്? മുത്തല്ലിങ്ങൾ എന്താ എടുക്കുന്നത്? മുഴുവൻ തസ്ബീഹ് വലിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആജിയാരി. സംഭവം 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാതെ വന്നത്. എന്നിട്ട് ഇങ്ങനെ വരാന്തേ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക. കൗമിനെ മുഴുവൻ കാണിക്കണം. തസ്ബീഹ് ഇട്ട് ഇങ്ങനെ ആട്ടി നടക്കുക. ഇതാണ് നമ്മുടെ ദിക്റ് ചെല്ലല്. യഥാർത്ഥത്തിൽ അവിടെ ഇരുന്ന് ദിക്റ് ചെല്ലിയാൽ കിട്ടുന്ന നേട്ടം എന്താ? ഖൗമുൻ സല്ലബു സുബ്ഹ വദക്കറുല്ലാഹ അസ്സ വജല്ല ഹത്താ തത്ലുഅ അശംസു തഅദിലു ഉംറതൻ താമ്മതൻ താമ്മ. സയ്യിദുനാ റസൂലുള്ളാഹി സുബഹി നമസ്കരിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ഉദയം വരെ ദിക്റ് ചൊല്ലി ആരെങ്കിലും നിലകൊണ്ടാൽ പരിപൂർണമായ ഉംറ നിർവഹിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ ഉമ്മമാർക്ക് വേണ്ടി പറയുന്നതാണ്. ഉപ്പമാര് പ്രായം ചെന്ന പല ആളുകളും പള്ളിയിൽ വന്നിട്ട് നേരത്തെ കയറി ഇരുന്നിട്ട് ഇത് ചെയ്തുകൊണ്ടിരുന്നവരുണ്ട്. പള്ളിയിൽ എന്തിനാ ഉദയം എന്നൊരു ടൈം കൊടുത്തിരിക്കുന്നത്? എന്തിനാ? ഈ ഉദയം വരെ ദിക്റ് ചെല്ലാനാണ്. അല്ല, ഇതെന്തിനാ ഉദയത്തിന് പ്രത്യേക നിക്കാരമുണ്ടോ? അല്ലല്ലോ. ആ ഉദയത്തിന്റെ സമയം വരെ അവിടെ ഇരുന്നിട്ട് ദിക്റ് ചൊല്ലി നിലകൊള്ളാൻ. സല്ലവു സുബ്ഹ വദക്കറുല്ലാഹ അസ്സ വജല്ല ഹത്താ തത്ലുഅ അശംസു തഅദിലു ഉംറതൻ താമ്മതൻ താമ്മ. സയ്യിദുനാ റസൂലുള്ളാഹി നബി 3 വട്ടം പറഞ്ഞു, പൂർണ്ണമായ ഉംറ നിർവഹിച്ച പ്രതിഫലം ലഭിക്കും. അപ്പൊ അതുകൊണ്ട് ദിക്റ് ചെല്ലുമ്പോൾ നല്ലതുപോലെ ചൊല്ലിക്കോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമസ്കാരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീ ഒരു 100 സ്വലാത്ത് കൂടി ചൊല്ലണേ. നിർത്തുകയാണ് ഞാൻ. 100 സ്വലാത്ത് കൂടി ചൊല്ലിക്കഴിഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ് ഹാലങ്ങ് മാറുകയാണ്. വല്ലാത്തൊരു അനുഭൂതിയുടെ ലോകത്തേക്ക് എത്തുകയാണ്. അല്ലാത്ത മറ്റൊരു ചിന്ത ഹൃദയത്തിലില്ലാത്ത ഒരവസ്ഥ. ഈ ഭൗതികമാകുന്ന ലോകത്തിന്റെ ആഡംബരാസ്വാദനങ്ങൾ മുഴുവനും മറന്ന ഒരു ലോകത്തേക്ക് പോവുകയാണ്. സ്വർഗീയമാകുന്ന അനുഭൂതികളും ആസ്വാദനങ്ങളുമല്ല ലക്ഷ്യം. അല്ലാഹുവിലേക്ക് മാത്രമായി ഹൃദയം ദിക്ർ ചൊല്ലി അങ്ങനെ മുഴുകി അങ്ങ് നിലകൊള്ളുകയാണ്. അതല്ലേ ഖുർആൻ പറഞ്ഞത്, ഖദ് അഫ്ലഹ മൻ തസക്ക وذكر اسم ربه فصلى. قد أفلح من تزكى. ഹൃദയത്തെ സംശുദ്ധീകരിച്ചവൻ തീർച്ചയായും രക്ഷ പ്രാപിച്ചവനാണ്. ആരാണവൻ?
അവർക്ക് എങ്ങനെയാണ് ഹൃദയത്തെ സംശുദ്ധീകരിക്കാൻ സാധിക്കുന്നത്? റബ്ബിന്റെ നാമം നല്ലതുപോലെ സ്മരിക്കാൻ കഴിയുന്നവർക്ക്, ദിക്ർ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളാൻ കഴിയുന്നവർക്ക്, അല്ലാഹു എന്ന ചിന്തയിൽ നിലകൊള്ളാൻ സാധിക്കുന്നവർക്ക്. അതേത് നിലയിലാണ് ദിക്റിൽ ചെല്ലേണ്ടത്? മുഅ്മിനീങ്ങൾ അഭിസംബോധനം ചെയ്തുകൊണ്ട് ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅശിയ്യാ. മുഅ്മിനീങ്ങളെ, പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവിനെ അധികമായി നിങ്ങൾ ദിക്ർ ചൊല്ലണേ. ഈ അധികം ഏത് നിലയ്ക്കാണ്? ഖുർആൻ മറ്റൊരായത്തിൽ പറയുന്നു, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. മൂന്ന് രീതിയാണ് മനുഷ്യനുള്ളത്. ഒന്നില്ലെങ്കിൽ നൃത്തം, അല്ലെങ്കിൽ ഇരുത്തം, അല്ലെങ്കിൽ കിടത്തം. ഈ മൂന്ന് സമയത്തും പടച്ചറപ്പാകുന്ന അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് നിലകൊള്ളുന്നവൻ തീർച്ചയായും രക്ഷപ്പെട്ടു. ഖദ് അഫ്ലഹ മൻ തസക്കാ. ഹൃദയത്തെ സംശുദ്ധീകരണം നടത്തി ദിക്ർ ചൊല്ലിക്കൊണ്ട് നിലകൊണ്ടവൻ തീർച്ചയായും വിജയിച്ചവനാണ്. ഫസല്ല. പരിശുദ്ധമാക്കപ്പെട്ട റജബിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബി മുഖേന നിന്റെ കൈകളിലേക്ക് നൽകിയ നമസ്കാരം നിലനിർത്തിക്കൊണ്ട് പോകുന്ന മനുഷ്യ, നീ വിജയിച്ചവനാണ്, നീ രക്ഷപ്പെട്ടവനാണ്, നീ രക്ഷപ്പെട്ടവനാണ്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. ഖുർആൻ അടിവരയിട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. എത്ര വാഴ്ന്നു പറഞ്ഞിട്ടും കാര്യമില്ല. എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഇമാം നിനക്ക് വേണ്ടി മെഹ്റാബിലിരുന്നുകൊണ്ട് ഈ സൂറത്തുൽ അഅല പാരായണം ചെയ്താലും, ഇത് പാരായണം ചെയ്യൽ സുന്നത്താക്കിയാലും നീ പഠിക്കുന്നില്ല. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. 2021 നീ കടന്നപ്പോഴും നീ പഴയ രീതി തന്നെയാണ്. മുൻഗാമികൾ ചെയ്തു വെച്ച ഏതൊരു പ്രവർത്തന മേഖലയാണോ? കള്ളു കുടിച്ചുകൊണ്ട് നീ നിലകൊള്ളുകയാണ്, വ്യഭിചരിച്ചുകൊണ്ട് നീ നിലകൊള്ളുകയാണ്, സിനിമ കണ്ടുകൊണ്ട് നീ നിലകൊള്ളുകയാണ്, പെങ്ങളെ നീ സീരിയല് കണ്ടുകൊണ്ട് നിലകൊള്ളുകയാണ്, അശ്ലീല ലോകത്തേക്ക് കണ്ണു നട്ടുകൊണ്ടിരിക്കുകയാണ്, മോശപ്പെട്ട സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ട് നിലകൊള്ളുകയാണ്, സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് നിലകൊള്ളുകയാണ്. കേൾക്കുന്നതും ഹറാം, കാണുന്നതും ഹറാം, പിടിക്കുന്നതും ഹറാം, നടക്കുന്നതും ഹറാം. എല്ലാ നിലക്കും മോശമായ പ്രവർത്തനവുമായി നീ മുന്നേറുകയാണ്. വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. എന്നാൽ പഠിച്ചു വെക്കേണ്ട പാഠം വീണ്ടും അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ആഖിറമാണ് എന്നെന്നും ശാശ്വതത്വം ലഭിക്കുന്നവൻ. ഈ ദുനിയാവ് ശാശ്വതത്വമുള്ളതല്ല, ഇത് നശിക്കാനുള്ളതാണ്, നശിക്കാനുള്ളതാണ്. 6 അടി മണ്ണിന്റെ ഇരുട്ടറിയാലെന്ന ഖബറിലേക്ക് പോകണമെന്നുള്ള വിചാരം മനുഷ്യ മാനവ പെങ്ങളെ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവണേ. നീ മോശപ്പെട്ട പ്രവർത്തനത്തിലേക്ക് പോകരുത്. നിന്റെ ഭർത്താവിനെ അനുസരിച്ചുകൊണ്ട് വീടിന്റെ അകത്തലങ്ങൾ ഇബാദത്തുമായി കഴിയണേ. നിന്റെ നമസ്കാരം വീട്ടിലാണ്, നിന്റെ ദിക്ർ നീ വീട്ടിലാണ്, നിന്റെ ഇബാദത്ത് കണിശത വെക്കേണ്ടത് പെങ്ങളെ വീട്ടിലാണ്. പുരുഷന്മാരെ, നിന്റെ വീടിന്റെ അകത്തലങ്ങൾ നീ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണേ. ലാ തജഅലൂ ബുയൂതകും മഖാബിറ. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറുകളാക്കരുതേ, ശ്മശാനമാക്കരുതേ, മൂകമാക്കരുതേ. ഫഇന്നൽ ബൈത്തല്ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്താൻ. ഉസ്താദേ, എന്റെ വീട്ടിൽ പൈശാചികതയാണ്, എനിക്ക് എന്റെ വീട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കള്ള ചിഹ്നന്മാരുടെ പിറകെ ഓടുന്ന സഹോദരി, ഓടുന്ന ചെറുപ്പക്കാരാ, ആത്മീയ ചൂഷണത്തിന് നിലകൊള്ളുന്ന ആളുകളുടെ പിറകെ നീ പോകേണ്ടതില്ല. ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ആദരവായ റസൂലുള്ള പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ പിശാച് പ്രവേശിക്കുകയില്ല. ഇത് പറഞ്ഞത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് ഖുർആൻ ഓതാത്തുകയാണ്. നിന്റെ ഹൃദയത്തിന്റെ മാലിന്യം മുഴുവനും ഒന്ന് പോകട്ടെ. ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്തഊ കമാ യസ്തഉൽ ഹദീദ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബ, ഹൃദയങ്ങൾ കറപിടിക്കും സഹാബ. ഇരുമ്പുകൾക്ക് കാമ് പിടിക്കുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയത്തിന് കറപിടിക്കും സഹാബ. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ, നബിയേ,
ഹൃദയത്തിന്റെ കറകളയാൻ എന്ത് വേണം റസൂലേ? ഇരുമ്പിന്റെ തുരുമ്പ് മാറ്റാൻ ഞങ്ങൾക്കറിയാം, അതിനുള്ള ആധുനിക സൗകര്യങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമാണ്. ഹൃദയത്തിന് തുരുമ്പ് പിടിച്ചാൽ, കറ പിടിച്ചാൽ, അതിന് ക്ലാവ് പിടിച്ചാൽ എങ്ങനെയാണ് മാറ്റുക റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സാബാ ദിക്റുൽ മൗതി വതിലാവത്തുൽ ഖുർആൻ. രണ്ട് കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഹൃദയത്തെ ശുദ്ധികലശം ചെയ്യാൻ പറ്റുകയുള്ളൂ. പരിശുദ്ധമായ റജബില നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധികലശം ചെയ്യേണ്ട മാസമാണ്. പവിത്രമായ റമദാനിന് മുന്നൊരുക്കം നടത്തേണ്ട മാസമാണ്. നമസ്കാരം നൽകപ്പെട്ട മാസമാണ്. പവിത്രമാക്കപ്പെട്ട മാസമാണ്. റസൂലുള്ളാഹി അല്ലാഹുവിന്റെ തിരുസന്നിധിയിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു തയ്യാറെടുത്ത മാസമാണ്. ഈ മാസത്തെ നിങ്ങൾ പരിപൂർണമായി ഭക്തശ്രദ്ധ പതിപ്പിക്കണേ. ഈ മാസത്തെ നിങ്ങൾ ബഹുമാനിക്കണേ. ഈ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾ നിലകൊള്ളണേ. ദിക്റുൽ മൗത് വതിലാവത്തുൽ ഖുർആൻ. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഒന്ന്, മരണത്തെ കുറിച്ചുള്ള ഓർമ്മയാണ്. നിന്റെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ അടുത്ത നിമിഷം ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമെന്നുള്ള ചിന്ത നിന്റെ ഹൃദയത്തിലേക്ക് വരട്ടെ. എത്രയെത്ര ഔലിയാക്കൾ, എത്രയെത്ര മഹത്തുക്കൾ ഈ ലോകം മുഴുവനും കാരുണ്യം വാരി വിതറിയ കാരുണ്യത്തിൻ്റെതാകുന്ന തിരുദൂതർ ഹബീബ് മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ ഹൃദയം വരുത്തിയ ലോകത്തിന് മുഴുവനും മഹിമാകുന്ന ആദർശം പരത്തിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയില്ലയോ സഹോദര. അതുകൊണ്ട് നീ മരിക്കുമെന്നുള്ള യാഥാർത്ഥ്യ ബോധത്തെ നീ മറക്കരുതേ. അടുത്ത സെക്കൻഡിൽ മരിക്കേണ്ടവനാണ്. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. അഹ്മദുൽ കബീർ ഫായി റളിയല്ലാഹു അൻഹു വഫാത്തായി. ബഹുമാനപ്പെട്ട മുഈനുദ്ദീൻ ജിസ്മിൽ അലി റളിയല്ലാഹു അൻഹു മഹത്തുക്കൾ വഫാത്തായി. എല്ലാ ഔലിയാക്കളും, എല്ലാ അംബിയാക്കളും, എല്ലാ മഹത്തുക്കളും ഇതാ വഫാത്തായിരിക്കുകയാണ്. ലോകത്തെ എത്രയോ മോശപ്പെട്ട ആളുകൾ കടന്നുപോയിട്ടുണ്ട്. എത്രയോ ഏകാധിപതികൾ, എത്രയോ സ്വേച്ഛാധിപതികൾ, ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തിയ നമ്രൂദ് ഇന്ന് എവിടെ പോയടാ? എവിടെ പോയടാ ഫിറഔൻ? എവിടെ പോയടാ ഹാറൂൻ? എവിടെ പോയടാ ഹാമാൻ? എല്ലാവരും ഖബറിലാണ്, ഖബറിലാണ്, ഖബറിലാണ്. അടുത്ത സെക്കൻഡിൽ ഞാനുമിതാ മരിക്കുമെന്നുള്ള ബോധം നിന്റെ ഹൃദയത്തിലേക്ക് വരട്ടെ. നിന്റെ കൂട്ടുകാരനോട് നീ പോരടിക്കല്ലേ, നിന്റെ അയൽവാസികളോട് നീ പോരടിക്കല്ലേ, നിന്റെ സമൂഹത്തോട് നിനക്കുള്ള പ്രതിബദ്ധത നീ മറക്കല്ലേ. നിന്റെ നാട്ടിലുള്ളതാകുന്ന ICSന്റെ സ്ഥാപനത്തെ നീ ഒരിക്കലും മറക്കല്ലേ, മറക്കല്ലേ. ദീനിന്റെതാകുന്ന കാവൽ ഭടന്മാരാണിവർ. ഈ പരിശുദ്ധമായ ദീനിനെ സംരക്ഷിക്കാൻ നിലകൊണ്ടവരാണ്. നൂറോളം വരുന്നതാകുന്ന പാവപ്പെട്ടതാകുന്ന മുഅല്ലിമീങ്ങൾ, പാവപ്പെട്ടതാകുന്ന മുതഅല്ലിമീങ്ങൾ, അവർ ഈ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി നാളെ ഈ ലോകത്തിന് ദീൻ പറഞ്ഞു കൊടുക്കാൻ കർമ്മബോധയിലേക്ക് ഇറങ്ങുന്നതായ മഹത്തുക്കളാണ്. അല്ലാഹുവേ പടച്ചറബേ, അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇവിടെ അടങ്ങിയിരിക്കുന്ന മജീദ് ഉസ്താദ് അടക്കമുള്ള മഹോന്നതരുടെ ബറക്കത്തുകൊണ്ട് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നാളെയുടെ കാവൽ ഭടന്മാരാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നീ നിലകൊള്ളണേ. നമ്മുടെ നാടിൽ ഒരു ആത്മീയ വെളിച്ചമുണ്ടാകണം. ആത്മീയമാകുന്ന സ്ഥാപനം നിലനിൽക്കണം. അതിന് എന്ത് വേണമെങ്കിലും നൽകാനാ തയ്യാറാ. എന്റെ കയ്യിലുള്ള സമ്പത്ത് ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ശരീരം കൊണ്ട് ഞാൻ ഇതാ സന്നദ്ധനാണ്. സാമ്പത്തികമായി ഞാൻ സന്നദ്ധനാണ്. മനസ്സുകൊണ്ട് ഞാൻ സന്നദ്ധനാണ്. സഹോദര സഹോദരി, നീ തയ്യാറെടുക്കണേ. നീ അപ്പോഴാണ് ഈ ദീനിനെ ശക്തിപ്പെടുത്തുന്നുള്ളൂ. അമ്പിയാക്കൾ മുഖേന കൈമാറി തന്ന ഹിദായത്ത്, സഹാബത്ത് മുഖേന കൈമാറി തന്ന ഹിദായത്ത്, താബികൾ മുഖേന കൈമാറി തന്ന ഹിദായത്ത്, താബികൾ മുഖേന കൈമാറി തന്ന ഹിദായത്ത്, അയിമ്മത്തുകളാകുന്ന അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ശേഷം വന്ന മുഹ്യിദ്ദീൻ ശൈഖിനെ പോലെ, റിഫായി ശൈഖിനെ പോലെ, അജ്മീർ ഹോജയെ പോലെ, ശേഷം വന്നതാകുന്ന അയിമ്മത്തുകളെ പോലെ എല്ലാ ഇമാമിങ്ങളും കൈമാറി 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 ഈ ദീനിനെ നമ്മുടെ കൈകളിലേക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇൽമു പഠിച്ചെടുക്കേണ്ടത് ഉലമാക്കളുടെ വായിൽ നിന്നാണ്. ഇമാം നവവി തങ്ങള് ശർഹുൽ മുഹദ്ദബ് എന്ന് പറയുന്ന മജ്മൂഇന്റെ തുടക്കത്തിൽ ഒരു ആവർത്തി രേഖപ്പെടുത്തുകയാണ്. അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീലി ലാ മിൻ ബുതൂനിൽ കുതുബി. കിതാബിന്റെ ഉള്ളറകളിൽ നിന്നല്ല നീ ഇൽമു പഠിക്കേണ്ടത്. നീ ഇൽമു പഠിക്കേണ്ടത് ഉസ്താദുമാരുടെ വായിൽ നിന്നാണ്.
ആലിമീങ്ങൾ എന്ത് പറയുന്നു? കിതാബിൽ കിടക്കുന്നത് ഇങ്ങനെയാണ്, എനിക്ക് തിരിഞ്ഞത് ഇങ്ങനെയാണ്, ഉസ്താദ് പഠിപ്പിച്ചത് ഇങ്ങനെയാണെന്ന് പറഞ്ഞതാകുന്ന ചേകന്നൂരിൽ അവിടെ പോയി പഠിച്ചു വെക്കണേ. ആലിമീങ്ങളെ വകവെക്കണേ, പണ്ഡിതന്മാരെ ബഹുമാനിക്കണേ, ഉസ്താദുമാരെ ബഹുമാനിക്കണേ. അവരെ പഠിപ്പിച്ചു തരുന്നത് മാത്രമാണ് ഇൽമ്. അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീരി ലാ മിൻ ബുതൂനിൽ കുതുബി. കിതാബിന്റെ ഉള്ളറകൾ നിനക്ക് ഹർഫ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണല്ലോ കടക്കുന്നതെന്ന് നിനക്ക് തോന്നാം. പക്ഷെ ഉസ്താദ് എന്തർത്ഥം വെക്കുന്നു അത് വേണം നീ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. കാരണം ഈ ദീന് അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകളിലേക്ക് നൽകിയതാണ്. റസൂലുള്ളാഹിക്കാണല്ലോ വിശുദ്ധമായ ഖുർആൻ അവതീർണമായത്. അലിഫ് ലാം റാ ഇന്നാ അൻസൽനാഹു ഇലൈക. ഈ ഖുർആനിനെ നാം അവതരിപ്പിച്ചത് തങ്ങൾക്കാണ് നബി. ഈ ഖുർആനിന്റെ പ്രതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കോപ്പികൾ ജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്തതല്ല. ഇത് വിളിച്ചു കൊടുക്കേണ്ടത്, ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് മുത്ത് നബി മുഖേനയാണ്. തങ്ങൾ വേണം ഇരുട്ടിൽ നിന്ന് ജനങ്ങളെ പ്രഭയിലേക്ക് കൊണ്ടുവരാൻ. അതുകൊണ്ട് തങ്ങളുടെ കൈവെള്ളയിലേക്ക് നാം ഇതാ ഖുർആൻ അവതരിപ്പിക്കുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. റസൂലുള്ളാഹിയുടെ കയ്യിലേക്ക് ഖുർആൻ കൊടുത്തു. റസൂലുള്ളാഹി അതിനെ വിശദീകരിച്ചു. റസൂലുള്ളാഹി വിശദീകരിച്ചതുപോലെ സഹാബത്ത് വിശദീകരിച്ചു. അതിനുശേഷം വന്നതാകുന്ന അയിമ്മത്തുകൾ വിശദീകരിച്ചു. അതേ നിലയ്ക്ക് തന്നെ നമുക്ക് ഉലമാക്കൾ കൈമാറി തരുന്നു. ഈ ഇൽമിനെ അതേപോലെ തന്നെ അമാനത്തെന്ന നിലയ്ക്ക് പരിപൂർണമായ കർമ്മം നമ്മൾ ലോകത്ത് നിർവഹിക്കണേ, ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണേ. അങ്ങനെ എത്തിച്ചു കൊടുത്തത് കൊണ്ടാണ് ഔലിയാക്കളിൽ പ്രമുഖനായി ഇന്ത്യയുടെ നേതൃത്വമായി രാജാവായി ബഹുമാനപ്പെട്ട ഖവാജ മുഈനുദ്ദീൻ ബിസിൽ അജ്മീരി റളിയല്ലാഹു അൻഹു എത്തിയത്. പരിപൂർണമായി ആ അമാനത്ത് നിർവഹിച്ചു. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അയച്ചത്. നീ വെക്കോ, എവിടേക്ക്? ഇന്ത്യയിലേക്ക് വെക്കോ. ദാക മസ്കനുക വ മദ്ഫനുക. അവിടെ തന്നെയാണ് നിന്റെ താമസവും, അവിടെ തന്നെയാണ് നിന്റെ ഖബറും. സയ്യിദുനാ റസൂലുള്ളാഹി അവിടുന്ന് സ്വപ്നത്തിലൂടെ അറിയിച്ചതിന് പ്രകാരമാണ് ബഹുമാനപ്പെട്ടവരിവിടെ വന്നത്. എല്ലാം ഖുദ്സിയായ ഇലാഹിയായ ഉണർവിലൂടെ മാത്രമേ ബഹുമാനപ്പെട്ടവർ തീരുമാനം എടുക്കാറുള്ളൂ. ഇതിനിടയിൽ വലിയ സംഭവമുണ്ട്, ചരിത്രമുണ്ട്, പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടത്. ഞാൻ അല്പസ്വല്പം മാത്രം പറഞ്ഞു എന്ന് മാത്രം. അവരുടെ പൊരുത്തം ലഭിക്കാൻ, അവരുടെ ഒരു മദദ്, അവരുടെ ഒരു ഹിഫ്ള്, ഹിമായത്ത് നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഈ മഹാന്മാര് കൈമാറുന്ന ദീന് ഇനി നമ്മൾ കൈമോശപ്പെടുത്താൻ പാടില്ല. നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മുടെ ഉസ്താദ് വിലായത്തിന്റെ അഹ്ലുകാരാണ് അല്ലേ? നമ്മുടെ ഉസ്താദുമാരെ ചിന്തിച്ചു നോക്ക്. അള്ളാഹുരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. എൻ്റെ ഉസ്താദ് മന്നപ്പറ്റ ഹംസ ഉസ്താദ് അള്ളാഹുർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് നൽകട്ടെ. ഔക്കുലാത്ത് പഠിക്കാനാണ് ഉസ്താദിന്റെ അടുക്കലേക്ക് പോയത്. എല്ലാ ഇൽമും ഫന്നും നല്ലതുപോലെ കലക്കി കുടിച്ച മഹാൻ. ഒക്കെ ഉസ്താദിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ. അള്ളാഹുരുടെ ദറജ ഉയർത്തട്ടെ. അവരുടെയൊക്കെ ഒരു ദറജ നോക്കും. ഒക്കെ ഉസ്താദ് ആരാൻ? വിലായത്തിന്റെ അങ്ങേ തലക്കിലെത്തിയ മഹാൻ. അള്ളാഹുരുടെ പൊരുത്തം നൽകട്ടെ. ചിന്തിക്കണം നമ്മൾ. അപ്പൊ എവിടെയാണ് പിഴച്ചത്? നമ്മൾ മുഖേനയാണ് പിഴച്ചത്. നമ്മൾ ഇനി ശരിയായാൽ അടുത്ത തലമുറ ശരിയാവും. നമ്മൾ പറയും നമ്മുടെ ഉസ്താദ് ഓക്കെ, ഉസ്താദിന്റെ ഉസ്താദോ ഡബിൾ ഓക്കെ, അതിന്റെ മുകളിലോ അതിനേക്കാളോ ഓക്കെ. പിന്നെ എവിടെയാ പ്രശ്നം? എവിടെയാ? നമ്മളാണ് പ്രശ്നം. നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ദീനൊന്ന് പരിപൂർണമായി മുറുകെ പിടിക്കണം. നമ്മുടെ സുന്നത്ത് നമസ്കാരം വിത്ർ, ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ര ഫൗതിറു യാ അഹ്ലൽ ഖുർആൻ. ഖുർആനിന്റെ അഹ്ലുകാരെ, മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു ഒറ്റയാണ്, ഒറ്റയെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ വിത്ർ ഉപേക്ഷിക്കരുത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വിത്ര ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. എല്ലാ സുന്നത്തും നമ്മൾ ഓതുന്ന കാലഘട്ടം മാത്രമല്ല, പിൽക്കാലത്തും ഇമാമത്ത് കിട്ടിയാലും എവിടെയായിരുന്നാലും ദറസായിരുന്നാലും ഒന്നും മുടക്കാൻ പാടില്ല. സുന്നത്ത് നമസ്കാരങ്ങൾ, സുന്നത്തായ ഇബാദത്തുകൾ എല്ലാം നമ്മൾ കണിശത വെച്ച് പോകണം. ഇതിനേക്കാളൊക്കെ ഉപരി ഉസ്താദുമാരുടെ ഗുരുത്വവും പൊരുത്തവും അത് നിലനിൽത്തക്കത്ത പ്രവർത്തനേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. അതില്ലെങ്കിൽ എല്ലാം പോയി. ഈ ഒരു സനതാണ്, ഇതൊരു ചെറിയ കാര്യമില്ല. അതാണ് സനത് എന്ന് പറയുന്നത്. സനത് എന്ന് പറഞ്ഞാൽ നമുക്ക് പേപ്പറിൽ പൊതിഞ്ഞ് തരികയല്ലല്ലോ. ഇത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന കൈമാറി 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 വന്ന ദീന. ആ ദീൻ നമ്മുടെ കയ്യിലേക്ക് ഉസ്താദ് തരിക. ആ ഒരു പൊരുത്തം, ഒരു പൊരുത്തം അത് നിലനിർത്തി പോകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് കിട്ടിയാൽ പിന്നെ രക്ഷപ്പെട്ടു.
അത് കിട്ടിയ കൈക്ക് പിടിച്ചാൽ രക്ഷപ്പെട്ടു. ഉസൈദ് എന്ന് പറയുന്നതാകുന്ന ഒരു സഹാബിയുടെ വീട്ടിൽ പോയി രാത്രിയിൽ ഭക്ഷണം കഴിച്ചിട്ട് ഉമൈർ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇറങ്ങിയപ്പോ നല്ല കൂരാക്കൂരിട്ടാണ്. സഹാബിയാണ്, നല്ല ഇരുട്ട്. ബഹുമാനപ്പെട്ടവർക്ക് വീട്ടിലേക്ക് എത്തണം. വലത് കൈ ഇങ്ങനെ ഉയർത്തിയെന്ന നോക്കുമ്പോ കൈ ഇങ്ങനെ ട്യൂബ്ലൈറ്റ് പോലെ പ്രകാശിച്ചു. ആ പ്രകാശത്താൽ അദ്ദേഹം വീടണഞ്ഞു. കൂട്ടുകാരെ ചോദിച്ചു, എന്ത് പറ്റി ഇങ്ങനെ കൈ പ്രകാശിക്കുന്നല്ലോ, ട്യൂബ്ലൈറ്റ് പോലെ, ഒരു ടോർച്ചൊന്നും ഇല്ലാത്ത കാലഘട്ടം, കൈ ഇങ്ങനെ പ്രകാശിക്കാൻ കാരണം എന്താണ്? ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ മസിസ്തു ബിയമീനി ദക്കരി മുൻദു അന്നി ബായഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ ബൈഅത്ത് ചെയ്തു. നബിയുടെ വലതു കൈയിലേക്ക് എന്റെ ഈ കൈ അങ്ങോട്ട് ചേർത്ത് വെച്ചതിന് ശേഷം ഈ വലതു കൈ കൊണ്ട് ശറഫാക്കപ്പെട്ട മുത്തുനബിയുടെ കൈയിലേക്ക് ചേർത്ത ഈ കൈ കൊണ്ട് എന്റെ ജനനേന്ദ്രിയത്തിൽ പിന്നീട് ഞാൻ ഇന്ന് വരെ തൊട്ടിട്ടില്ല. അത് കാരണമായിട്ടാണ് എന്റെ കൈ ഇങ്ങനെ പ്രകാശിക്കുന്നത് എന്ന് ഉമൈർ റളിയല്ലാഹു അൻഹു. സയ്യിദന ഉമൈർ അങ്ങനെ പറയുമ്പോഴേ നമ്മൾ കേൾക്കുള്ളൂ. അല്ലാഹുവിന്റെ ദറജ ഉയർത്തും. മനസ്സിലായിക്കോ? അതാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അപ്പൊ ആര് കൈ തൊട്ടാൽ പിന്നെ അതനുസരിച്ച് വേണം നമ്മുടെ ജീവിതം പോകാൻ. കാരണം അവരെ തൊടാൻ നമുക്ക് സൗഭാഗ്യം കിട്ടിയല്ലോ, അവരുടെ കാലഘട്ടത്തിൽ ജീവിക്കാൻ സൗഭാഗ്യം കിട്ടിയല്ലോ, അവരിൽ നിന്ന് ഇൽമ് നേടാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകല്ലോ. ഈ ഇൽമിന്റെ കമാലിയത്ത് നമ്മൾ പരിപൂർണമായി നിലനിർത്തണം. അത് നിലനിർത്തിക്കൊണ്ടു പോകണം. ഒരു വ്യാജ തരീക്കത്തിലും കള്ള തരീക്കത്തിലും നമ്മൾ പെടാൻ പാടില്ല. നമ്മുടെ ഉസ്താദ് പഠിപ്പിച്ച ആ തരീക്കത്ത്, ഉസ്താദ് നമുക്ക് കൈമാറി തന്ന ഇജാസത്തുകൾ, ദിക്റുകൾ, ഖുർആൻ ഓതാൻ പറഞ്ഞതാകുന്ന ഇന്ന കാര്യങ്ങൾ, ഇന്ന നിസ്കാരത്തിന് ശേഷം ഇന്ന കാര്യങ്ങൾ, മന്നെപ്പറ്റി ഉസ്താദ് നിസ്കാരം കഴിഞ്ഞ് പറഞ്ഞ ദിക്റുകൾ ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒക്കെ ഒരു ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവും. അള്ളാഹു നിലനിർത്താൻ തൗഫീക്ക് തരട്ടെ. നമുക്ക് തന്ന ഇജാസത്തുകൾ അത് നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോരുക. മഹാന്മാരാകും നമ്മുടെ ഉസ്താദ് നമുക്ക് കൈമാറി തന്ന ഇജാസത്ത് അത് നിലനിർത്തിക്കൊണ്ട് പോവുക. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും ശാന്തിയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ.